ഹലോ ഗൈസ്, നമ്മൾ മുമ്പ് ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്ന മൂവി അപ്ഡേറ്റ്സ് വീണ്ടും തുടങ്ങുകയാണ്. വരാൻ പോകുന്ന സിനിമകളെ കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി. സോ മാക്സിമം സിൻസിയർ ആയിട്ട് ഏറ്റവും സത്യസന്ധമായിട്ടുള്ള മൂവി അപ്ഡേറ്റ്സ് തരാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാസത്തിൽ ഒരു 2 വീഡിയോ അല്ലെങ്കിൽ മാക്സിമം ഒരു 3 വീഡിയോ എങ്കിലും ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടാവണം. ഇച്ചിരിയെങ്കിലും നല്ല വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പരിപാടി തുടരുകയുള്ളൂ. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യാനായിട്ട്. പക്ഷേ വ്യൂസ് നേരത്തെ ഞാനിങ്ങനെ വീഡിയോകൾ ചെയ്തതിനൊക്കെ തീരെ കുറവായതുകൊണ്ടാണ് ഞാനത് ആ പരിപാടി തന്നെ നിർത്തിവെച്ചത്. സോ മൂവി അപ്ഡേറ്റ്സ് പുതിയൊരു പേരിൽ നമ്മളിവിടെ തുടങ്ങുകയാണ്. RCU, രാകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് അല്ല, രാകേഷ് സിനിമ അപ്ഡേറ്റ്സ്. അപ്പോൾ RCU എപ്പിസോഡ് 1. Let us start. അപ്പോൾ ബിഗ് ഗംസിൽ നിന്ന് തന്നെ തുടങ്ങാം. മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ടീമിന്റെ പുതിയ സിനിമ എല്ലാവർക്കും അറിയാം. പേര് ഇതുവരെയിട്ടിട്ടില്ല, MMMN. ഈ സിനിമയുടെ അപ്ഡേറ്റ് ആണ് ആദ്യം പറയാനുള്ളത്. ഇതിന്റെ ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടുള്ള പോർഷൻസിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റിപ്പോർട്ട് അനുസരിച്ച് ഇതിന്റെ ബാക്കി ഷൂട്ടിംഗ് ജൂണിൽ തന്നെ ആരംഭിക്കുന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഒറ്റ സ്ട്രെച്ചിൽ ഇതിന്റെ ഷൂട്ടിംഗ് തീർക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബിഗ് ഗംസിനൊപ്പം തന്നെ കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര, രേവതി, ദർശന രാജേന്ദ്രൻ, സെറിൻ ഷിഹാബ് തുടങ്ങിയവരും പടത്തിലുണ്ട്. ഇതിന്റെ മ്യൂസിക് സുഷിൻ ശ്യാമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ക്യാമറ മനുഷ് നന്ദനാണ്. മഹേഷ് നാരായണൻ തന്നെയാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് രചിച്ചിരിക്കുന്നത്. ഇനി മോഹൻലാലിന്റെ അടുത്ത സിനിമകൾ ഏതൊക്കെയാണെന്നുള്ള ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ, നെക്സ്റ്റ് മിക്കവാറും സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത ഹൃദയപൂർവ്വമായിരിക്കും. ഇത് ഓഗസ്റ്റ് 28-ന് റിലീസ് ആകുമെന്നാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. മാളവിക മോഹൻ, സംഗീത, സംഗീത് പ്രതാപ്, ലാലു അലക്സ്, സബിത ആനന്ദ് തുടങ്ങിയവരും പടത്തിലുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് നന്ദകിഷോർ ഡയറക്ട് ചെയ്ത മലയാളം തെലുഗു മൂവിയായ ഋഷഭയായിരിക്കും. പിന്നെ മഹേഷ് നാരായണൻ, മമ്മൂട്ടി, മോഹൻലാൽ പടം. അത് കഴിഞ്ഞിട്ട് ദൃശ്യം 3 വരുന്നുണ്ട്. ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ്, ദൃശ്യം 3യുടെ ഹിന്ദി ആദ്യം വരുന്നു എന്നൊക്കെയാണ് ഈയിടെയായിട്ട് പറയാൻ കഴിഞ്ഞത്. കൺഫേം ആയോ എന്നറിയില്ല. അത് കഴിഞ്ഞ് ആവേശം ഡയറക്ടർ ജിത്തു മാധവന്റെ സിനിമ വരുന്നുണ്ട്. പിന്നെ അനൂപ് മേനോന്റെ പടം. ഇതിനിടയ്ക്ക് കണ്ണപ്പയിലും ഒരു ക്യാമിയോ റോളിൽ മോഹൻലാൽ വരുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് കണ്ണപ്പയുടെ ഹാർഡ് ഡിസ്ക്, 90 മിനിറ്റോളം വരുന്ന ഫുട്ടേജ് ഉണ്ടായിരുന്ന ഹാർഡ് ഡിസ്ക് രണ്ടുപേർ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നൊരു സംഭവം അടുത്തിടെ ഉണ്ടായിരുന്നു. ഇനി മമ്മൂട്ടിയുടെ വരുന്ന റിലീസുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, മഹേഷ് നാരായണൻ മോഹൻലാൽ പടം വരുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ റിലീസ് ആവുന്നത് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളം കാവലായിരിക്കും. ജൂലൈ 12-നാണ് പടം റിലീസ് പറഞ്ഞിരിക്കുന്നത്. വിനായകൻ, രജിഷ വിജയൻ ഒക്കെ പടത്തിലുണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് അമൽ നീരദിന്റെ പടമായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ബിഗ് ഗംസിന്റെ ലൈനപ്പിലുള്ള സിനിമകൾ. തുടരും OTT റിലീസ് ആയതിനു ശേഷവും തിയേറ്ററുകളിൽ അത്യാവശ്യം നല്ല തിരക്കോടുകൂടി തുടരുന്നുണ്ട് എന്നുള്ളതാണ് പുതിയൊരു വാർത്ത പറയാനുള്ളത്. അതിലൂടെ പറയാനുള്ളത്, തുടരുമിന് ശേഷം തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ടോർപിഡോ. നസ്ലിൻ, അർജുൻ ദാസ്, ഗണപതി ഒപ്പം ഫഹദ് ഫാസിലും ഈ പടത്തിൽ അഭിനയിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ പടം ബിനു പപ്പു ഡയറക്ട് ചെയ്യാനിരുന്ന സിനിമയാണ്. പക്ഷെ പുള്ളിക്ക് ഒരുപാട് സിനിമകൾ ഒരേ സമയം ആക്ട് ചെയ്യാനും ഒക്കെ ഉള്ളതുകൊണ്ട് സൗകര്യപൂർവ്വം പുള്ളി ഇത് തരുൺ മൂർത്തിക്കായിട്ട് കൈമാറുകയായിരുന്നു. എന്തായാലും ഇതിന്റെ അണിയറ പ്രവർത്തനങ്ങളിൽ ബിനു പപ്പു ഒപ്പം കൂടെ തന്നെയുണ്ട്. ഇതിന്റെ മ്യൂസിക് സുഷിൻ ശ്യാമായിരിക്കും. ക്യാമറ നിർവഹിക്കുന്നത് ജിംഷി ഖാലിദാണ്. തഗ് ലൈഫ് 5-ാം തീയതി റിലീസ് ആകാനിരിക്കെ കമൽഹാസന്റെ കന്നഡ ഭാഷയെക്കുറിച്ചുള്ള വിവാദ പ്രസ്താവനയെ തുടർന്ന് സിനിമ റിലീസ് കർണാടകയിൽ നിരോധിച്ചിരിക്കുകയായിരുന്നു. കന്നഡ ഭാഷ തമിഴിൽ നിന്നുണ്ടായതാണ് എന്ന പരാമർശമായിരുന്നു കമൽഹാസൻ ചെയ്തത്. എന്തായാലും ബാനിനെതിരെ കമൽഹാസൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ കമൽഹാസനോട് തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. എന്തടിസ്ഥാനത്തിലായിരുന്നു ഈ പ്രസ്താവന എന്നാണ് തിരിച്ചു ചോദിച്ചത്. രാജ് കമൽ ഫിലിംസ് ആണ് ഹർജി നൽകിയിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ ഫൈനൽ ഡിസിഷൻ ഈ സമയം വരെ വന്നിട്ടില്ല. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷമായിരിക്കും ഒരു റിസൾട്ട് വരിക എന്ന് വിചാരിക്കുന്നു. തഗ് ലൈഫിന് ശേഷം മണിരത്നം സംവിധാനം ചെയ്യുന്ന ഒരു ലവ് സ്റ്റോറി ആയിരിക്കും. ചിലംബരശനായിരിക്കും ഈ പടത്തിലെ നായകൻ. കന്നഡ നടി രുക്മിണി വസന്ത് ആയിരിക്കും ഫീമെയിൽ ലീഡായിട്ട് വരുന്നത്. 6-ാം തീയതി റിലീസ് ആവുന്ന അക്ഷയ് കുമാറിന്റെ ഹൗസ്ഫുൾ 5-ന് 2 ക്ലൈമാക്സ് ഉണ്ടാകുമെന്നാണ് പുതിയൊരു വാർത്ത. രണ്ടും ഒരേ ദിവസം തന്നെ തിയേറ്ററുകളിലെത്തും. ഒരു വെർഷൻ ഹൗസ്ഫുൾ 5A എന്നും അടുത്തത് ഹൗസ്ഫുൾ 5B എന്ന പേരിലുമായിരിക്കും വരുന്നത്. നടൻ കൂടിയായ സംവിധായകൻ അൽതാഫ് സലിം ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ സിനിമ, ഫഹദ് ഫാസിൽ നായകനായിട്ട് വരുന്ന ഓടും കുതിര ചാടും കുതിര, സെപ്റ്റംബർ 4-ന് തിയേറ്ററുകളിലെത്തും. കല്യാണി പ്രിയദർശനാണ് ഈ പടത്തിൽ നായിക. ആഷിഖ് ഉസ്മാനാണ് പ്രൊഡക്ഷൻ. അതുപോലെ തന്നെ ഫഹദ് ഫാസിലിന്റെ അടുത്ത സിനിമ ലാൽ ജോസുമായിട്ടായിരിക്കും. അവർ വീണ്ടും ഒന്നിക്കുകയാണ്. ഡയമണ്ട് നെക്ലസ്, പിന്നെ ഇമ്മാനുവൽ തുടങ്ങിയ സിനിമകളിൽ ലാൽ ജോസിനൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ടീം വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണിത്. ഇത്തവണ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നോവൽ, അതായത് യുവ എഴുത്തുകാരൻ KN പ്രശാന്ത് എഴുതിയ പൊനം എന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമായിരിക്കും ഈ പടം. നെക്സ്റ്റ് RDXന് ശേഷം നഹാസ് ഹൃദയത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഐ ആം ഗെയിം. ദുൽഖർ സൽമാനാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ വരുന്നത്. കുറെ നാൾക്ക് ശേഷമാണ് അദ്ദേഹം മലയാളത്തിലേക്ക് നായകനായിട്ട് തിരിച്ചു വരുന്നത്. സജീർ ബാബ, ബിലാൽ മൊയ്തു, ഇസ്മയിൽ അബൂബക്കർ
അബൂബക്കർ എന്നിവർ ചേർന്നാണ് പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. ദുൽഖറിനൊപ്പം ആന്റണി വർഗീസ് പെപ്പയും ഒരു പ്രധാന വേഷത്തിൽ തന്നെ അയാം ഗെയിമിൽ വരുന്നുണ്ട്. തമിഴ് സംവിധായകനും നടനുമായ മിഷ്കിൻ, അതുപോലെ കദിർ, സംയുക്ത വിശ്വനാഥൻ തുടങ്ങിയവരും പടത്തിലുണ്ട്. ഇതൊരു ക്രിക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവി ആയിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള സ്പോർട്സ് കൊറിയോഗ്രാഫറായ റോ മില്ലർ ആയിരിക്കും ഇതിന്റെ ക്രിക്കറ്റ് സീക്വൻസുകൾ ഡിസൈൻ ചെയ്യുക. ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് ആയിരിക്കും ഇതിന്റെ പ്രൊഡക്ഷൻ നിർവഹിക്കുക. ഇത് മലയാളത്തോടൊപ്പം തമിഴ്, തെലുഗു, ഹിന്ദി, കന്നഡ ഭാഷകളിലും റിലീസ് ചെയ്യും. റോഷാക്കിന് ശേഷം നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് നോബഡി. പൃഥ്വിരാജ് ആണ് ഈ പടത്തിൽ നായകനാവുന്നത്. പാർവതി തിരുവോത്ത്, അശോകൻ, മധുപാൽ, ലുക്മാൻ അവറാൻ, ഗണപതി, വിനയ് ഫോർട്ട് തുടങ്ങിയവരും പടത്തിലുണ്ട്. ആസാമീസ് നടിയും മാർഷൽ ആർട്ടിസ്റ്റുമായ നബാനിത ചൗധരിയും ഈ പടത്തിൽ ഒരു പ്രധാന വേഷത്തിൽ വരുന്നുണ്ട്. റോഷാക്കിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ സമീർ അബ്ദുൾ തന്നെയാണ് ഈ പടവും എഴുതിയിരിക്കുന്നത്. അങ്ങനെ തിരിച്ചു വരികയാണ്. ശ്രീനിവാസൻ ബ്രദേഴ്സിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ചിത്രം എന്ന് ഞാൻ പേഴ്സണലി പറയുന്ന ഒരു സിനിമയാണ് തിര. 2013 ഇറങ്ങിയതായിരുന്നു ഇതിന്റെ ഫസ്റ്റ് പാർട്ട്. ശോഭനയായിരുന്നു നായിക. ഇതിന്റെ സീക്വലിനായിട്ട് വർഷങ്ങളായിട്ട് ഇതിന്റെ ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത് പ്രകാരം ഇവരുടെ കസിനും പടത്തിന്റെ റൈറ്ററുമായ രാകേഷ് മാന്തോടി തിരയുടെ സീക്വലിന്റെ തിരക്കഥ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കുറച്ച് ഗ്രാൻഡ് സ്കെയിലായി പോയി എന്നാണ് അവർ പറയുന്നത്. എംബ്രാനൊക്കെ പോലെ ഒരു പടമായി മാറി. ചെലവ് ചുരുക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിര ഒരു ട്രിലജി ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇതിന് 3 പാർട്സ് ഉണ്ടാകും. ഫസ്റ്റ് പാർട്ടിനേക്കാൾ വലിയ സ്കെയിലുള്ളവയാകും സെക്കൻഡും തേർഡും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മലയാളം ക്രൈം ത്രില്ലർ സീരീസ് ആയ കേരള ക്രൈം ഫയൽസ് ഇതിന്റെ സീസൺ 2 ഉടൻ തന്നെ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ആവുന്നുണ്ട്. കാണാതായ ഒരു CPOയുടെ അന്വേഷണമാണ് ഇത്തവണ പറയുന്നത്. അജു വർഗീസും ലാലും തങ്ങളുടെ റോള് ഇതിലും ചെയ്യുന്നുണ്ട്. കൂടാതെ ഇത്തവണ കേന്ദ്ര കഥാപാത്രമായി അർജുൻ രാധാകൃഷ്ണൻ കൂടി എത്തുന്നുണ്ട്. ഒപ്പം ഇന്ദ്രൻസ്, ജിയോ ബേബി, ഹരിശ്രീ അശോകൻ തുടങ്ങിയവരും കാസ്റ്റിലുണ്ട്. അഹമ്മദ് കബീർ ആണ് ഇതിന്റെയും ഡയറക്ടർ. മലയാളത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു റെസ്ലിംഗ് കോമഡി പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമ വരികയാണ്. അദ്വൈത് നായർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചത്ത പച്ച. അർജുൻ അശോകൻ, റോഷൻ മാത്യൂസ്, വിശാഖ് നായർ, ഇഷാൻ ഷൗക്കത്ത് തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ വരുന്നത്. ഇതിന്റെ മ്യൂസിക് നിർവഹിക്കുന്നത് ശങ്കർ എഹ്സാൻ ലോയി ആയിരിക്കും. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് മുജി മജീദ് ആണ്. ക്യാമറ അനന്ത് സി ചന്ദ്രൻ നിർവഹിക്കും. പലരുടെയും കുട്ടിക്കാല നൊസ്റ്റാൾജി ആയിരുന്ന ഹാരി പോട്ടറിന്റെ ഒരു TV സീരീസ് വേർഷൻ വരികയാണ്. മാക്സിൽ 2026 സീരീസ് വരും. ഹാരി പോട്ടർ ആയിട്ടും ഹോമോണി ഗ്രേഞ്ചർ, അതുപോലെ മിസ്റ്റർ വീസ്ലി ഒക്കെ ആയിട്ട് ഫുള്ള് പുതിയ കുട്ടികളാണ് കാസ്റ്റിൽ വരുന്നത്. 30,000-ലധികം കുട്ടികളിൽ നിന്നും ഓഡീഷൻ ചെയ്താണ് ഈ 3 ലീഡ് ക്യാരക്ടേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഷൂട്ടിംഗ് ഈ വേനലിൽ ആരംഭിക്കും. ഇപ്പോൾ നൊസ്റ്റാളജി പറഞ്ഞപ്പോഴാണ് ഓർത്തത്, മോഹൻലാലിന്റെ 2007 സൂപ്പർ ഹിറ്റ് ചിത്രം ഛോട്ടാ മുംബൈയുടെ 4K റീമാസ്റ്റേർഡ് വേർഷൻ ജൂൺ 6 തിയേറ്ററുകളിലെത്തും. ഞാൻ ഈ മാസത്തെ അപ്കമിംഗ് ഫിലിംസ് റിലീസ് പറഞ്ഞ കൂട്ടത്തിൽ ഈ പടം വിട്ടുപോയി, പക്ഷെ ഷോർട്സിൽ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ലാലേട്ടൻ ഫാൻസ് എൻജോയ്. ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളിയും 6 തന്നെ റിലീസാവുന്ന ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ഇത് പലതവണ മാറ്റി വെച്ചുകൊണ്ട് എനിക്കിങ്ങനെ പറയാനൊരു മടിയുണ്ട് കേട്ടോ. വേറെ 2 ചെറിയ സിനിമകളുടെ കാര്യം കൂടി പറയാനുണ്ട്. ബിനു പപ്പു, ജോണി ആന്റണി ഒക്കെ അഭിനയിച്ച PDC അത്ര ചെറിയ ഡിഗ്രി അല്ല എന്നൊരു സിനിമ ജൂൺ 13 റിലീസ് ആവുന്നുണ്ട്. അതുപോലെ ഈ മാസം 20 ബിബിൻ ജോർജ് നായകനായി വരുന്ന കൂടൽ എന്നൊരു പടം റിലീസ് ആവുന്നുണ്ട്. തെളിവ് സഹിതം എന്ന മറ്റൊരു ചിത്രം ജൂൺ 6 റിലീസ് ആകും. രാജേഷ് മാധവൻ, മനോജ് കെ ജയൻ തുടങ്ങിയവർ അഭിനയിച്ച ദേവദത്ത് ഷാജി സംവിധാനം ചെയ്ത ധീരൻ എന്നൊരു സിനിമ ജൂലൈ റിലീസ് ആവുന്നുണ്ട്. ജൂലൈ മാസത്തിൽ ഹോളിവുഡിൽ 3 വമ്പൻ പടങ്ങളാണ് വരുന്നത്. ജൂലൈ 11 സൂപ്പർമാൻ എത്തും. അതുപോലെ 25 മാർവലിന്റെ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എത്തും. പിന്നെ ജുറാസിക് പാർക്ക് ഫിലിം സീരീസിലുള്ള ജുറാസിക് വേൾഡ് റീബർത്ത് ജൂലൈ 4 റിലീസ് ആവുന്നുണ്ട്. ഇതുകൂടാതെ ഐ നോ വാട്ട് യു ഡിഡ് ലാസ്റ്റ് സമ്മറിന്റെ പുതിയ സിനിമ ജൂലൈ 18, സോംബീസ് 4 ഡൗൺ ഓഫ് ദ വാമ്പേഴ്സ് ജൂലൈ 10, A24 പടമായ എഡിങ്ടൺ തുടങ്ങി കുറെ സിനിമകൾ ജൂലൈയിൽ എത്തുന്നുണ്ട്. ഹോംബാലെ ഫിലിംസ് അവരുടെ അടുത്ത വലിയ ചിത്രവുമായിട്ട് വരികയാണ്. ഋത്തിക് റോഷൻ ആയിരിക്കും ഇതിൽ നായകനായി എത്തുക എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ട്. അടുത്തത് വടച്ചെന്നൈ 2 കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. കുബേരയുടെ ഓഡിയോ ലോഞ്ചിൽ ധനുഷ് കൺഫേം ചെയ്തിട്ടുണ്ട് വടച്ചെന്നൈ 2 അടുത്ത വർഷം ഷൂട്ടിംഗ് ആരംഭിക്കും എന്നുള്ളത്. ആന്റണി വർഗീസ് പെപ്പെ നായകനായിട്ട് വരുന്ന കാട്ടാളൻ എന്ന പുതിയ സിനിമയിലൂടെ കാന്താര, മഹാരാജ തുടങ്ങിയ സിനിമകളുടെ സംഗീത സംവിധായകനായ B അജനീഷ് ലോക്നാഥ് മലയാളത്തിലേക്ക് അരങ്ങേറ്റം കുറിക്കുകയാണ്. നവാഗതനായ പോൾ ജോർജ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതൊരു ആക്ഷൻ ത്രില്ലർ ആയിരിക്കും. ഹിറ്റ് ചിത്രമായ പടക്കളം ജൂൺ 10 ജിയോ ഹോട്ട്സ്റ്റാറിൽ ഡിജിറ്റൽ റിലീസ് ആവുന്നുണ്ട്. സുരാജ് വെഞ്ഞാറമൂട്, സന്ദീപ്, ഷറഫുദ്ദീൻ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ. നടി സാമന്ത റുത് പ്രഭു നിർമ്മിച്ച ശുഭം എന്ന തെലുഗു സിനിമ ഹോട്ട്സ്റ്റാറിൽ ജൂൺ 13 സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. വേടന്റെ ഏറ്റവും പുതിയ മ്യൂസിക് വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. തെരുവിന്റെ മോൻ എന്നാണ് ഇതിന്റെ പേര്. സൈന മ്യൂസിക്കിന്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. സത്യശിവ സംവിധാനം ചെയ്ത് ശശികുമാർ നായകനാകുന്ന തമിഴ് സിനിമയാണ് ഫ്രീഡം. ലിജോ മോൾ ജോസ് ആണ് ഈ പടത്തിൽ നായികയായിട്ട് അഭിനയിക്കുന്നത്. ജിബ്രാൻ ആണ് ഇതിന്റെ മ്യൂസിക്. സിനിമ ജൂലൈ 10 തിയേറ്ററുകളിൽ റിലീസ് ആവുന്നുണ്ട്.
അനുഷ്ക നായികയായി വരുന്ന തെലുഗു ആക്ഷൻ ക്രൈം ഡ്രാമ ഘാട്ടി ജൂലൈ 11 തിയേറ്ററുകളിലെത്തും. വിക്രം പ്രഭു, ജഗപതി ബാബു, രമ്യ കൃഷ്ണൻ തുടങ്ങിയവരാണ് പടത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിൽ വരുന്നത്. റാം സംവിധാനം ചെയ്യുന്ന പറന്തുപോ എന്ന തമിഴ് സിനിമയുടെ ടീസർ ജൂൺ 4 വരുന്നുണ്ട്. പേരൻപ്, 7 കടൽ 7 മല തുടങ്ങിയ സിനിമകൾക്ക് ശേഷം റാം സംവിധാനം ചെയ്ത ചിത്രമാണ്. ശിവയാണ് ഈ പടത്തിൽ നായകനായിട്ട് വരുന്നത്. ഇതൊരു മ്യൂസിക്കൽ ഡ്രാമയാണെന്നാണ് കേട്ടത്. ഈ സിനിമ ജൂലൈ 4 തിയേറ്ററുകളിലെത്തും. കുബേരയിലൂടെ ധനുഷിന് അടുത്ത നാഷണൽ അവാർഡ് ലഭിക്കുമെന്നാണ് സിനിമയുടെ സംവിധായകനായ ശേഖർ കമ്മുല പറഞ്ഞിരിക്കുന്നത്. ഒരേ സമയം തമിഴ്, തെലുഗു, ഹിന്ദി ഭാഷകളിൽ ചിത്രീകരിച്ച പടമാണ് കുബേര. ജൂൺ 20 ഈ പടം തിയേറ്ററുകളിൽ റിലീസാവുന്നത്. മാരുതി രചനയും സംവിധാനവും നിർവഹിച്ച പ്രഭാസ് നായകനായിട്ട് വരുന്ന ദ രാജാ സാബ് ഡിസംബർ 5 തിയേറ്ററുകളിലെത്തും. പ്രഭാസ് ഡബിൾ റോളിലെത്തുന്ന പടമാണ്. ഇതിൽ സഞ്ജയ് ദത്ത്, യോഗി ബാബു, മാളവിക മോഹനൻ, നിധി അഗർവാൾ തുടങ്ങിയവരാണ് മറ്റു പ്രധാന വേഷങ്ങളിൽ വരുന്നത്. തമനാണ് ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ടീസർ ജൂൺ 16 പുറത്തിറങ്ങും. ഇതൊരു ഹൊറർ റൊമാൻറ്റിക് ത്രില്ലർ ആയിരിക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. അപ്പോൾ ഇത്രയും ഉള്ളൂ ഈ വീഡിയോയിൽ. ഈ സെഗ്മെന്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. കുറച്ച് വ്യൂസ് കിട്ടുകയാണെങ്കിൽ, ഞാൻ പ്രതീക്ഷിക്കുന്ന അത്തരം വ്യൂസ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി, എന്നാൽ